ആരാധനയൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങൾ വീശി ഹല്ലേലൂയാ, എല്ലാവരും ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. ഇതാ കരുണ തന്നെയായ ദൈവം, ദിവ്യകാരുണ്യനാഥനായി നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് നമുക്ക് തൊട്ടു നോക്കാൻ മാത്രം അടുത്ത് നിൽക്കുകയാണ്. ദൈവം ഇത്രയടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത് എന്ന് വചനം പറയുമ്പോൾ കണ്ണു തുറന്ന് കാണാം, എൻ്റെ ദൈവം എൻ്റെ തൊട്ടടുത്താണ്. എനിക്ക് തൊട്ടു നോക്കാൻ മാത്രം തൊട്ടടുത്ത് എൻ്റെ ദൈവമുണ്ട്. കരുണയാണ് അത് കാണിക്കുക, ദൈവത്തിൻ്റെ കരുണയാ അത് കാണിക്കുക. എൻ്റെ അടുത്തേക്ക് വരാൻ, നിന്റെ അടുത്തേക്ക് വരാൻ ദൈവം മനസ്സ് കാണിച്ചു. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചേർന്ന് പാടാം. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഈശോയെ, വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. എല്ലാവരും ചേർന്ന് വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങൾ നമുക്ക് ഉയർത്താം. യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. കരുണ തന്നെയായ ദൈവത്തെ നമുക്കൊന്ന് ഹല്ലേലൂയാ, കൈവീശിക്കൊണ്ട് ഹല്ലേലൂയാ, ആമേൻ, ഹല്ലേലൂയാ, ആമേൻ. എല്ലാവരും ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, ചേർന്ന് പാടാം. ഹല്ലേലൂയാ, കരങ്ങൾ വീശി ഹല്ലേലൂയാ, ആമേൻ. എല്ലാവരും ഉറക്കെ
കരങ്ങൾ അടിച്ച് ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളെ കൂപ്പിപ്പിടിച്ച് ആ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വച്ച് എവിടെയായിരിക്കുന്നു ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നിൽക്കുക. ആ നോട്ടത്തിൽ ഒരു സന്ദേശമുണ്ട്. കൂപ്പിയ കരങ്ങളിൽ ഒരു സന്ദേശമുണ്ട്. ഹൃദയം കർത്താവിൽ അർപ്പിച്ച് നിൽക്കുമ്പോൾ അവിടെയും ഒരു സന്ദേശമുണ്ട്. കർത്താവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നതാണ് ഈ കൂപ്പിയ കൈകളെങ്കിൽ, കർത്താവിൽ ആശ്രയിക്കുന്നതാണ് ഈ ഉയർത്തിയ കണ്ണുകളെങ്കിൽ, കർത്താവിൽ ആശ്രയിക്കുന്നതാണ് ഈ തുറന്ന ഹൃദയമെങ്കിൽ, കാരുണ്യത്തിൻ്റെ ഉറവയായ ദിവ്യകാരുണ്യ ഈശോ നമുക്കൊരു വാഗ്ദാനം തരികയാണ്. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 24 തിരുവചനം. കർത്താവിൽ ശരണപ്പെടുന്നവന് ഒരു നഷ്ടവും വരികയില്ല. കർത്താവിൽ ശരണപ്പെടുന്നവന് ഒരു നഷ്ടവും വരികയില്ല. ദൈവമകനെ, ദൈവമകളെ, നിന്റെ നഷ്ടങ്ങളെല്ലാം ഈശോ ഏറ്റെടുക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതം സമ്മാനിച്ച നഷ്ടങ്ങളൊക്കെ ഈശോ ഏറ്റെടുക്കാൻ പോവുകയാണ്. നൽകപ്പെട്ടു എന്ന് നീ വിശ്വസിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവർ സമ്മാനിച്ച നഷ്ടങ്ങളൊക്കെ ഈശോ ഏറ്റെടുക്കാൻ പോവുകയാണ്. സമ്മാനിച്ച തൊഴിൽ മേഖല നൽകിയ നഷ്ടങ്ങളൊക്കെ ഈശോ ഏറ്റെടുക്കാൻ പോവുകയാണ്. നിന്നെക്കുറിച്ചുള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടുന്ന നിന്റെ പഠന വഴികളിലെ നഷ്ടങ്ങളൊക്കെ ഈശോ ഏറ്റെടുക്കാൻ പോവുകയാണ്. കർത്താവ് ഏറ്റെടുത്താൽ അവയെല്ലാം ലാഭമാക്കി കർത്താവ് തിരിച്ചു നൽകും. കർത്താവിൽ ശരണപ്പെടുന്നവന് ഒരു നഷ്ടവും വരാൻ ദൈവം അനുവദിക്കില്ല. എങ്കിൽ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഈശോ നൽകുന്ന അനുഗ്രഹത്തിൻ്റെ വചനം ഇവിടെ പൂർത്തീകൃതമാവാൻ പോവുകയാണ്. കർത്താവേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുകയാണ്.
കർത്താവേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുകയാണ്. എന്നോളമുള്ള എൻ്റെ നഷ്ടങ്ങളൊക്കെ ലാഭമായി മാറാൻ പോകുന്ന മണിക്കൂറാണിതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനാൽ കർത്താവേ, നിൻ്റെ സന്നിധിയിൽ എൻ്റെ നഷ്ടങ്ങളുടെ കണക്കുകളൊക്കെ ഞാനിപ്പം മറവ് ചെയ്യാൻ പോവുകയാണ്. കർത്താവേ, എൻ്റെ നഷ്ടങ്ങളുടെ കണക്കുകളൊക്കെ ഞാൻ നിൻ്റെ തിരുമുമ്പിൽ വയ്ക്കുകയാണ്. കർത്താവേ, എൻ്റെ നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകങ്ങളൊക്കെ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കാൻ പോവുകയാണ്. കർത്താവേ, കാനായിലെ കല്യാണ വിരുന്നിൽ വച്ച് ഒഴിഞ്ഞ കൽഭരണിയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയല്ലേ നീ സ്വീകരിച്ചത്. ഒഴിഞ്ഞ കൽഭരണിയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെയും നഷ്ടങ്ങളെയുമല്ലേ ദൈവമേ നീ സ്വീകരിച്ചത്. ഞങ്ങൾ നിൻ്റെ തിരുമുമ്പിലേക്ക് അന്ന് മറവ് ചെയ്തതുപോലെ ഇതാ ഇന്നും നിൻ്റെ തിരുമുമ്പിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയൊക്കെ ഞങ്ങൾ മറവ് ചെയ്യാൻ പോവുകയാണ്. കർത്താവേ, ഈ സമർപ്പണം ഞങ്ങൾക്ക് ലാഭമായി തീരും. ഈ സമർപ്പണം ഞങ്ങൾക്ക് ലാഭമായി തീരും. അതിനാൽ ഈശോയെ, ഈ കൂപ്പിപ്പിടിച്ച കരങ്ങൾ നിൻ്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളിതാ നീട്ടി യാചനാപൂർവം പിടിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ കരങ്ങൾ നിൻ്റെ തിരുമുമ്പിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ ഈ കരങ്ങളിൽ വെച്ച് ഇന്നോളം ഞങ്ങൾക്ക് ജീവിതം സമ്മാനിച്ച ദുഃഖങ്ങളെ, ഇന്നോളം ജീവിതം സമ്മാനിച്ച നൊമ്പരങ്ങളെ, ഇന്നോളം കുടുംബം സമ്മാനിച്ച മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളെ, ഇന്നോളം പ്രിയപ്പെട്ടവർ സമ്മാനിച്ച മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളെ, ഇന്നോളം ഞങ്ങളുടെ അധ്വാന വഴികൾ സമ്മാനിച്ച മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളെ, ഇന്നോളം ഞങ്ങളുടെ പഠന വഴികൾ സമ്മാനിച്ച മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളെ നിൻ്റെ തിരുമുമ്പിലേക്ക് വച്ചിട്ട് നിന്നിൽ ആശ്രയിക്കുന്നൊരു മനസ്സോടുകൂടെ ഒരു നിമിഷം ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 വലിയ സ്വരത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ശരണപ്പെടുന്ന മക്കൾ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആശ്രയിക്കുന്ന മക്കൾ ദൈവത്തെ വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരഞ്ഞു വിളിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആശ്രയിക്കുന്ന മക്കള് കരഞ്ഞു വിളിച്ചേ. യേശുവേ നന്ദി ദൈവമേ. ആശ്രയിക്കുന്ന മക്കള് ദൈവത്തെ കരഞ്ഞു വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മനസ്സ് തുറന്നു വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ ഈശോയേ, ഈശോയേ നന്ദി. ജീവിതത്തിന്റെ ഭാരങ്ങളോടുകൂടെ അങ്ങിൽ ആശ്രയിച്ച് ഞങ്ങളിതാ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നീ നിൽക്കുന്ന ഇടം പ്രാർത്ഥന മുറിയായിരിക്കുക. നിൽക്കുന്നിടം നിന്റെ ഭവനത്തിൻ്റെ സ്വീകരണ മുറിയായിരിക്കാം. നിൽക്കുന്നിടം നിന്റെ ജോലി സ്ഥലമായിരിക്കാം. നിൽക്കുന്നിടം നിന്റെ പ്രാർത്ഥനാലയമായിരിക്കാം. നിൽക്കുന്ന ഇടത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരാൻ പോവുകയാണ്. ശരണപ്പെടുന്നൊരു മനസ്സ്, ആശ്രയിക്കുന്നൊരു മനസ്സ്, അവിടെ നിന്റെ നഷ്ടങ്ങളൊക്കെ ലാഭമായി തീരാൻ പോകുന്ന അഭിഷേകം ഇറങ്ങി വരാൻ പോവുകയാണ്. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായത്തിലെ 3-ാമത്തെ തിരുവചനത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കാൻ പോവുകയാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വചനം ഒരു വാഗ്ദാനത്തിൻ്റെ കൃപയായി ഇവിടെ പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷമായി മാറുന്ന അഭിഷേകത്തിൻ്റെ കൃപയാണ് വർഷിക്കപ്പെടാൻ പോകുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നഷ്ടം വരികയില്ല എങ്കിൽ
നീ ഇപ്പോൾ നീർച്ചാലനരികെ നട്ടവൃക്ഷം പോലെ നീ ശക്തനായി തീരുന്ന ഒരഭിഷേകം കർത്താവ് തരാൻ പോവുകയാണ്. നീർച്ചാലിനരികെ നട്ടവൃക്ഷം ശക്തിയുള്ളതാണ്. നീർച്ചാലിനരികെ നട്ടവൃക്ഷത്തിന് ക്ഷീണമില്ല, തളർച്ചയില്ല. എങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം നിന്നെ ശക്തനാക്കാൻ പോവുകയാണ്. യഥാകാലം ഫലം തരുന്നവൻ. നീർച്ചാലിനരികെ നട്ട വൃക്ഷം യഥാകാലം ഫലം തരുന്നതാണ്. നീ നിമിഷം മുതൽ ഗുണമുള്ളവൻ്റെ തലത്തിലേക്ക് ഉയരാൻ പോവുകയാണ്. ആരൊക്കെയോ പറഞ്ഞു, ആരൊക്കെയോ വിധി എഴുതി, ഒന്നിനും കൊള്ളുകയില്ലാത്തത് ഇതാ. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിനക്ക് ഒരു നഷ്ടം വരികയില്ല. നീ ഈ സമയം മുതൽ ഗുണമുള്ളവനായിട്ട് മാറാൻ പോവുകയാണ്. തീർന്നില്ല, ഇല കൊഴിയാത്ത വൃക്ഷമാണ് നീ. നൽകപ്പെട്ടവർക്കൊക്കെ തണലായി മാറാൻ പോവുകയാണ് ഈ സമയം. കർത്താവിൽ ആശ്രയിക്കുന്നവന് നഷ്ടം വരികയില്ല. അവൻ ശക്തനായി തീരാൻ പോവുകയാണ്. അവൻ ഗുണമുള്ളവനായിട്ട് മാറാൻ പോവുകയാണ്. അവൻ തണലായിട്ട് മാറാൻ പോവുകയാണ്. ഇതാണ് നിന്നിൽ സംഭവിക്കാൻ പോകുന്ന ദൈവിക കൃപ എന്ന് തിരിച്ചറിയുക. കൈകളെ സ്വതന്ത്രമാക്കാം, കൈകളെ സ്വതന്ത്രമാക്കാം. എന്നിട്ട് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. കർത്താവിൽ ആശ്രയിക്കുന്നവന് നഷ്ടം വരികയില്ല എങ്കിൽ കർത്താവിൽ ആശ്രയിക്കുന്നവന് ലഭിക്കുന്ന ലാഭം എന്താണ്? അവൻ ശക്തനായിത്തീരുന്നു, അവൻ ഗുണമുള്ളവനായിത്തീരുന്നു, അവൻ നൽകപ്പെട്ടവർക്കൊക്കെ തണലായി മാറാൻ പോകുന്നു. ഈ അഭിഷേകമാണ് ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്നതെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. എങ്കിൽ ഓർക്കണേ, ദൈവത്തിൻ്റെ കാരുണ്യം തന്നിൽ ആശ്രയിക്കുന്നവരിൽ പരിശുദ്ധാത്മ കൃപകളായി മാറി അവൻ ശക്തനായിത്തീരുന്നു, അവൻ ഗുണമുള്ളവനായിത്തീരുന്നു, നൽകപ്പെട്ടവർക്കൊക്കെ അവൻ തണലായിത്തീരുന്ന ഒരു സ്വർഗീയ അഭിഷേകം ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്നു. നിന്നിലേക്കും ഭവനത്തിലേക്കും വീട്ടിലേക്കും ജോലിസ്ഥലത്തേക്കും വളർത്തുമൃഗങ്ങളിലേക്കും വാഹനങ്ങളിലേക്കും പഠന വഴികളിലേക്കും തൊഴിൽ മേഖലകളിലേക്കുമൊക്കെ ആ അഭിഷേകത്തിൻ്റെ കൃപ ഒഴുകിയിറങ്ങുന്നതിനാൽ കൈകളെ യാചനാപൂർവ്വം തുറന്നു പിടിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നിന്നിൽ ആശ്രയിക്കുന്ന എന്നിലേക്ക് പരിശുദ്ധാത്മ ശക്തി ഒഴുക്കി ഈ എൻ്റെ ശരീരത്തെ ശക്തിപ്പെടുത്തണമേ, എൻ്റെ ജീവിതത്തെ ബലവത്താക്കണമേ, എന്നെ ഗുണമുള്ളവനാക്കണമേ, ദൈവ സ്വഭാവം കൊണ്ട് നിറയ്ക്കണമേ, എനിക്ക് നൽകപ്പെട്ടവർക്ക് മുമ്പിൽ തണലായി ജീവിക്കാൻ കൃപ നൽകണമേ എന്ന അഭിഷേകത്തിന്റെ നിറവിനായി പരിശുദ്ധാത്മാവിനോട് പാടി പ്രാർത്ഥിക്കാം. ശരീരത്തെ തളർത്തുന്ന രോഗപീഠകളോടുകൂടെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കണം. ശരീരത്തെ കാർന്നു തിന്നുന്ന രോഗപീഠകളോടുകൂടെ കർത്താവിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിൽക്കണം. അഭിഷേകം 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 ക്ഷണിക ഗുണങ്ങളോടുകൂടെ നിൽക്കുന്നവൻ ദൈവ സ്വഭാവത്തിനോട് പ്രാർത്ഥിക്കണം. എന്നിൽ കൃപയായി ഒഴുകണമേ. ശക്തിയോടെ കൈകളടിച്ചോ. ജീവാഗ്നിയ എന്നിൽ കൃപയായി ഒഴുകണമേ. കൃപാഗ്നിയ കൃപാഗ്നിയ നിറയണമേ നിറയണമേ. കൃപാഗ്നിയ കൃപാഗ്നിയ
ശിരസ് മുതൽ കാൽപാദം വരെയുള്ള അവയവങ്ങളിൽ ദുർബലമെന്ന് കരുതുന്ന ശരീരഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി സൗഖ്യമായിട്ട് കടന്നു വരട്ടെ. ആമേൻ. ദുർബലമായ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മ ശക്തി സൗഖ്യമായി കടന്നു വരട്ടെ. കൈകളടിച്ചു പാടാ. ആമേൻ. ജഡിക ബന്ധനങ്ങളിൽ കഴിയുന്നവരിലേക്ക് ദൈവ സ്വഭാവം, പരിശുദ്ധാത്മ കൃപകൾ, ഫലങ്ങൾ ഒഴുകിയിറങ്ങട്ടെ ശക്തിയോടെ. സ്വർഗം തുറക്കപ്പെടുന്നു, സ്വർഗശക്തി ഇറങ്ങി വരുന്നു. ദാവീദ്, സോളമൻ, ഏലിയ, ഏലീശായിലെ ആത്മാവേ. ദാവീദ്, സോളമൻ, ഏലിയ, ഏലീശായിലെ ആത്മാവേ. നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ. നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ. ജീവാഗ്നിയ എന്നിൽ കൃപയായൊഴുകണമേ. സ്വാർത്ഥതയ്ക്ക് മരിക്കാം നൽകപ്പെട്ടവർക്കൊക്കെ തണലായി മാറട്ടെ. കൃപയായൊഴുകണമേ. നൽകപ്പെട്ട പങ്കാളിക്ക്, നൽകപ്പെട്ട മാതാപിതാക്കൾക്ക്, നൽകപ്പെട്ട മക്കൾക്ക്, ദൈവം എനിക്കായി നൽകപ്പെട്ടവർക്കൊക്കെ തണലായി മാറുന്ന അഭിഷേകം എന്നിൽ നിറയട്ടെ. പോരാ, ശക്തിയോടെ. കർത്താവേ, സങ്കീർത്തനം 1:3 വചനപ്രകാരം ഇപ്പോൾ ഈ ആലയത്തിൽ സംഭവിക്കട്ടെ, ഈ ഭവനത്തിൽ സംഭവിക്കട്ടെ. കർത്താവേ, ഈ മുറിയിൽ സംഭവിക്കട്ടെ, ഈ ദൈവമക്കളിൽ സംഭവിക്കട്ടെ, ഈ ദൈവമകനിൽ സംഭവിക്കട്ടെ. ദൈവരാജ്യം ഇപ്പോൾ ഇവിടെ സംജാതമാകട്ടെ. കർത്താവേ, സിഹിയോൻ ശാലയിൽ അന്നൊരു നാൾ സ്ലീഹരിൽ നിറഞ്ഞ ആത്മാവേ. സിഹിയോൻ ശാലയിൽ അന്നൊരു നാൾ സ്ലീഹരിൽ നിറഞ്ഞ ആത്മാവേ. ജ്വലിക്കണമേ, ജ്വലിക്കണമേ പരിശുദ്ധാത്മാവേ. ജ്വലിക്കണമേ, ജ്വലിക്കണമേ പരിശുദ്ധാത്മാവേ. ജീവാഗ്നിയ കർത്താവേ, പൗരോഹിത്യം എനിക്ക് സമ്മാനിച്ച അധികാരത്തിൽ ദൈവമേ, നിന്നിൽ ആശ്രയിച്ച് ദിവ്യകാരുണ്യ രൂപനായ നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്ന ദൈവമക്കളിലേക്ക് കർത്താവേ നിന്റെ ശക്തി ഒഴുക്കണമേ. ശരീരത്തിൽ, ജീവിതത്തിൽ കർത്താവേ ദൈവ സ്വഭാവത്താൽ ഇവരെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, നൽകപ്പെട്ടവർക്ക് മുമ്പിൽ തണലായി ജീവിക്കുവാൻ സാർത്ഥതകളെ നിഗ്രഹിക്കണം, കൃപ വർഷിക്കണമേ. രണ്ട് കരങ്ങളും നമ്മുടെ ശിരസിലേക്ക് എടുത്തു വയ്ക്കുക. രണ്ട് കരങ്ങളും നമ്മുടെ ശിരസിലേക്ക് എടുത്തു വയ്ക്കുക. കർത്താവിൽ ആശ്രയിക്കുന്നവന് നഷ്ടം വരികയില്ല എന്ന തിരുവചനത്തിൻ്റെ പൂർത്തീകരണം സംഭവിച്ചുവെങ്കിൽ കർത്താവേ, ഇന്ന് നീ നന്മകൾ കൊണ്ടെന്നെ അനുഗ്രഹിച്ചു. ഇതുവരെ നഷ്ടമെന്ന് പറഞ്ഞിടത്തേക്കെല്ലാം കർത്താവേ നിന്റെ കരുണ വർഷിച്ചു. ഞാനിന്നൊരു ലാഭമാണ്, ദൈവസന്നിധിയിൽ ഞാനൊരു ലാഭമാണ്. കർത്താവേ, നന്ദി പറയുന്നു. ഞാൻ എന്നെ തന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്.
ഇന്നു മുതൽ ഞാനൊരു ലാഭമാണ് ദൈവത്തിൻ്റെ തിരുമുമ്പിലും നൽകപ്പെട്ടവർക്ക് മുമ്പിലും. എങ്കിൽ നന്ദിയോടെ നിന്നെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ട് കൈകൾ ശിരസിൽ വച്ചിട്ട് ഒരു നിമിഷം ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ദൈവമേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മുഖത്ത് സന്തോഷം വിടർത്തിക്കൊണ്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ യേശുവേ, നിന്റെ മുഖത്തെ ഒന്ന് പ്രസന്നമാക്കി സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിന്റെ മുഖത്തെ ഒന്ന് പ്രസന്നമാക്കിക്കൊണ്ട് സ്തുതിച്ചേ. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി ക്ഷീണമില്ല, തളർച്ചയില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. എല്ലാവർക്കും മുട്ടുകുത്താം, കരങ്ങളെ കൂപ്പിപ്പിടിക്കാം. കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. ആ സുഹൃത ജപം മനസ്സ് മുഴുവനും നിറച്ചുകൊണ്ട് വേണം കരങ്ങളെ കൂപ്പിപ്പിടിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ അനുഗ്രഹാശീർവാദം സ്വീകരിക്കാൻ. ഉള്ളിൽ ഉയരുന്നത് ദൈവസ്തുതി മാത്രം. ഉയർന്ന സ്വരത്തിൽ സ്തുതിച്ച് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, അങ്ങയുടെ കരുണയുടെ ആശീർവാദം തരണമേ. എല്ലാ മക്കളും വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, കാളും നീ വലിയതാണെനിക്ക് എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.